എങ്ങനെയുണ്ടായി ബസൂക്ക ടീസർ കണ്ടിട്ട് എങ്ങനെയുണ്ടായി? ബസൂക്കയുടെ ടീസർ ഇന്ന് രാവിലെ 10 മണിക്ക് മമ്മൂക്കന്റെ പേജിലൂടെ റിലീസ് ചെയ്തത്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മേക്കിംഗ് ആണ്. അത്രയും വേണോ സാർ? ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട പോലെ ഒരു ടീസറാണ് ഇറങ്ങിയിരിക്കുന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇതില് ഫസ്റ്റ് ഡേ തന്നെ കണ്ട റിവ്യൂ പറയുന്നത് ഞാൻ പറയില്ല, കാരണം കുറെ വിവാദങ്ങൾ ഇന്നലെ ഉണ്ടായാലോ. അപ്പൊ പേടിയുണ്ടല്ലേ? നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. ഏത് സിനിമയുടെ മേലായിരിക്കും ഈ സിനിമ മമ്മൂട്ടിയുടെ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ബസൂക്കയിൽ മമ്മൂക്ക ആറാടും തന്നെ പറയാൻ പറ്റും. ഹൈ എക്സ്പെക്ടേഷൻ അല്ലേ ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിയില്. ഇപ്പൊ എന്താ പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയില് കൊണ്ടുപോകുന്നത് മമ്മൂക്കയല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബസൂക്ക ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ടീസർ ഗംഭീരമാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. അത് വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. ലുക്ക് വേറെ ലുക്കാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ഗെറ്റപ്പ് അടിപൊളിയാണ്. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ഈ പ്രാവശ്യം എന്തായാലും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അതുപോലെ ചെറുപ്പമായിട്ട് വരികയാണ്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് ഈ കാലം വരെ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ മമ്മൂക്കയാണ്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ചുരുട്ടി കിടക്കണ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും മമ്മൂക്ക ഫാൻസാണ്. രോമാഞ്ചം കൊള്ളുന്ന ടീച്ചറായി പോയി. എന്തൊരു തള്ളണത്! നമ്മളെന്തിനായുള്ള തള്ള കേൾക്കണത്? നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ.